സൈന്യങ്ങളെ യഹോവേ എത്ര വിദഗ്ധമായി. കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ എന്ന രണ്ട് പദപ്രയോഗങ്ങൾ ബൈബിൾ പ്രധാനമായി കാണുന്നുണ്ട്. परमेश्वर का राज और स्वर्ग का राज, ये दोनों शब्द हम प्रभु के वचन में देखते हैं. ഇതല്ലാതെ വ്യത്യസ്തമായ ധാരാളം പദപ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. इसके अलावा और भी बहुत सारे वाक्यों का उपयोग किया गया है. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം मत्ती का सुसमाचार उसका 3रा अध्याय 2-ാമത്തെ വാക്യം उसका 2रा वाक्य ऐसे कहता है. സ്നാപകയോഹന്നാന്റെ പ്രസംഗം അവിടെ ആരംഭിക്കുകയാണ്. और वहां पे बपतिस्मा देने वाला यूहन्ना यह कहता है, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് क्योंकि स्वर्ग का राज्य निकट आ गया है, तुम मन फिराओ. എന്നാൽ 4-ന്റെ 17-ാം വാക്യത്തിൽ लेकिन 4 का 17 वाक्य में इस तरह से लिखा है, യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. यीशु प्रचार करने और यह कहने आरंभ किया कि मन फिराओ, क्योंकि स्वर्ग का राज्य निकट आ गया है. അതേ സ്ഥാനത്ത് മാർക്കോസിന്റെ സുവിശേഷം उसी समय मरकुस का किताब में 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ पहला अध्याय और उसका 14 वाक्य में कहते हैं, 2 പ്രാവശ്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. वहां 2 बार यह कहते हैं, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്നാണ് പറയുന്നത്. परमेश्वर का राज्य निकट आ गया है, इसलिए मन फिराओ. ഒരു വശത്ത് ദൈവരാജ്യം, മറുവശത്ത് സ്വർഗരാജ്യം, ഒരേ വിഷയം, 2 പദപ്രയോഗം. एक जगह परमेश्वर का राज्य, एक जगह स्वर्ग का राज्य, ये दोनों प्रयोग का किया गया है. മത്തായി സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ मत्ती का सुसमाचार उसका 19वां अध्याय और 13 वाक्य में कहते हैं, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. वहां पे हम देखते हैं कि धनवान जो है स्वर्ग के राज्य में पड़ा हुआ है. അവിടെ തന്നെ ദൈവരാജ്യം എന്നുള്ള പദവും പറഞ്ഞിട്ടുണ്ട്. वहां पे परमेश्वर का राज्य भी कहते हैं. എന്നാൽ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം लेकिन मरकुस का सुसमाचार में के 10वां अध्याय में 23-24 വാക്യങ്ങളിൽ और उसका 24 वाक्य में ऐसे कहते हैं, അവിടെ ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും രണ്ടെണ്ണം അവിടെ പറയുന്നുണ്ട്. वहां पे भी स्वर्ग राज्य और परमेश्वर का राज्य का पद का प्रयोग किया गया है. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ मत्ती का सुसमाचार उसका 13वां अध्याय അവിടെ നിറഞ്ഞ് സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. और वहां पे भरा हुआ परमेश्वर का राज्य और स्वर्ग राज्य के बारे में कहा गया है. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് ഒരേ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. और इस तरह अलग अलग जगहों में अलग अलग तरीके से परमेश्वर के वचन में बताया गया है. കർത്താവായ യേശു ശിഷ്യഗണങ്ങളോട് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ प्रभु यीशु मसीह जब अपने शिष्यों को प्रार्थना के बारे में सिखा रहे थे, ഇവണ് നിങ്ങൾ പ്രാർത്ഥിപ്പി, इस तरह से तुम प्रार्थना करो, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, स्वर्ग वाले हमारे पिता परमेश्वर, നിന്റെ രാജ്യം വരണമേ എന്ന് പഠിപ്പിച്ചു. तुम्हारा राज्य जल्दी आना. അവിടെ നിന്റെ രാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. वहां पे प्रभु का राज्य के बारे में बताया गया है. പഴയ നിയമത്തിൽ വായിച്ചു യഹോവയുടെ രാജ്യം എന്ന് വായിക്കുന്നു. पुराने नियम में यहोवा का राज्य के बारे में बताया गया है. യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യം എന്ന് വായിക്കുന്നു. प्रभु यीशु मसीह का अनंत काल वाला राज्य के बारे में बताया गया है. മറ്റു പദപ്രയോഗങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം, और अलग पद का प्रयोग किया गया है, वो है प्रेम का स्वर्ग राज्य. ചിലയിടത്ത് ക്രിസ്തുവിന്റെ രാജ്യം, किसी जगह में क्रिस्तु का राज्य कहते हैं, ചില പ്രയോഗത്തിൽ പുത്രന്റെ രാജ്യം, कहीं पर पुत्र का राज्य भी कहते हैं, ചിലയിടത്ത് യേശുവിന്റെ രാജ്യം, कहीं पर प्रभु यीशु का राज्य भी कहते മസിയ हैं, രാജ്യം എന്ന് ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. कहीं पर मसीहा का राज्य भी कहते हैं. അവയെ കുറിച്ച് ഇളകാത്ത രാജ്യം എന്ന ലേഖനങ്ങൾ വായിക്കുന്നു. और कभी ना उखड़ने वाला एक राज्य भी कहते ഇത് हैं. വാഗ്ദത്ത രാജ്യമാകുന്നുവെന്നും വായിക്കുന്നു. ये हमारा अनंत काल वाला राज्य कहते हैं. നീതിயின் രാജ്യമെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു. न्याय का राज्य होगा करके हम नए नियम में पढ़ते हैं. നീതി വസിക്കുന്ന രാജ്യമെന്ന് വായിക്കുന്നു. नीति और न्याय जहाँ पे बसता है उस राज्य के बारे में कहते ഇത് हैं. നിത്യരാജ്യമാണെന്ന് വായിക്കുന്നു. अनंत काल वाला राज्य के बारे में कहते हैं. ഇങ്ങനെ 939 പ്രാവശ്യം വ്യത്യസ്ത പ്രയോഗങ്ങൾ ബൈബിളുണ്ട്.
और इस तरह 933 बार प्रभु के वचन में इस वचन में ऐसे बताया गया है। പുതിയ നിയമത്തിൽ മാത്രം 71 പ്രാവശ്യം ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. नया नियम में 73 बार कहा गया है। സുവിശേഷങ്ങളിൽ മാത്രം 62 പ്രാവശ്യം ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. नए नियम में 62 बार कहा गया है। ഹല്ലേലൂയ. हालेलुया। ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് കറക്റ്റ് ആണ്, അത് അങ്ങനെ തന്നെയാണ്. एक ही बार हमें कहने की जरूरत है, वो सत्य है और वो गलत नहीं होगा। ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഒന്നാമത്തെ രാജാവ് ആദാമായിരുന്നു. हम जानते हैं कि इस धरती का सबसे पहला राजा आदम था। ഭൂമിയെ മുഴുവനും ഭരിക്കുവാനുള്ള അധികാരമാണ് ആദാമിനെ ഏൽപ്പിച്ചത്. पूरे धरती को राज्य करने के लिए परमेश्वर ने आदम का सृष्टि किया। ആദാമിന്റെ വംശാവലിയിൽ ജാതികളും ഭാഷകളും വംശങ്ങളും ഉണ്ടായി. और आदम के द्वारा बहुत से जाति और वंश उनके अंदर से आए। മധ്യഭാഗമായപ്പോൾ നെബൂഖദ്നേസർ രാജാവിനെയാണ് മുന്നിൽ കൊണ്ടുവന്നത്. उसके बाद हम जानते हैं कि नबूकदनेस्सर करके एक राजा आते हैं। അവിടെ മുതൽ ബാബേൽ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ രാജാവിനെ കുറിച്ച് പറയുന്നു. उसके बाद बाबेल का राजा वहां पे आते हैं। തനിക്ക് ശേഷം മേദ്യ പേർഷ്യ രാജ്യത്തെ കുറിച്ച് പറയുന്നു. उसके बाद मेथिलफेस करके एक राज्य आगे आता പിന്നെ है। റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നു. उसके बाद रोमन्स आते हैं। ഗ്രീസ് സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നു. वीर साम्राज्य उसके बाद आता है। അങ്ങനെ തലമുറയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യഭരണമാണ് ഭൂമിയിലെ ഭരണം. और उसके बाद एक एक बार पीढ़ी दर पीढ़ी एक एक राज्य आता रहता है। പിന്നത്തേതിൽ പല രാജ്യങ്ങളിലും അത് മന്ത്രിഭരണമായി തീർന്നു. और उसके बाद एक एक राज्य का वो है अब अंदर ही अंदर खोखला होते गया। രാജാക്കന്മാർ ഭരിച്ച് വഴിമാറുന്നു. और राजाओं का अपना गलत रास्ते चुन लिए। അധമന്മാരെ കർത്താവ് ഉന്നതന്മാരാക്കി രാജാവാക്കി വാഴിക്കുന്നു. और जो गलत लोग हैं जन है उनको राजा करके नियुक्त किया गया। ദൈവഹിതത്തിന് വിരോധമായി അവർ ഭരിക്കുന്നു. वो परमेश्वर की इच्छा के विरोध में काम करते थे। അങ്ങനെ രാജാവ് തുടങ്ങി മന്ത്രി തുടങ്ങി സകല അധികാരികളും ഇവിടെ അഴിമതി ഭരണം നടത്തുന്നു. और उस तरह राजा मंत्री सब मिलकर के गलत रीति से राज्य ഈ करते थे। ഭരണത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് ये राज्य के राजाओं को सब बंद करने के बाद ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും എന്ന് പ്രവാചകൻ വിളിച്ചു और പറയുന്നു. उसके बाद एक महाराजा सच्चाई में राज्य करेगा। ആ രാജാവാണ് കർത്താവ് യേശു. वही राजा है हमारा प्रभु यीशु അവൻ मसीह। രാജാവി രാജാവാണ്. वो राजाओं का राजा है। കർത്താതി കർത്താവാണ്. करता करता है वो। അവൻ മാത്രം അമർത്യതയുള്ളവനാണ്. वो कभी ना नाश होने वाला एक राजा है। അടുത്തുകൂടാത്ത വെളിച്ചത്ത് വസിക്കുന്നവനാണ്. वो हम पास न जाके जा सकते हैं वैसा ज्योति है उनमें। സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. संपूर्ण शक्ति उनमें समाता है। പിതാവായ ദൈവത്തിന്റെ മഹിമയുടെ വലതുഭാഗത്ത് ഇന്നായിരിക്കുന്ന ക്രിസ്തു पिता परमेश्वर के दाएं हाथ के साइड में बैठा हुआ हमारा प्रभु यीशु मसीह। അവൻ ഈ ഭൂമിയിൽ രാജാവായി ഭരിക്കുവാൻ വരും. वो हमारे धरती में राजाओं का राजा बन के न्याय करने के लिए आएगा। അവന്റെ വിശുദ്ധന്മാരായ നാം അവനോടൊപ്പം ഭൂമിയിൽ ഭരണം നടത്തും. उनके साथ पवित्र जन हम सब उनके साथ राज करेंगे। സ്വർഗത്തിലെ ദൈവം രാജാവായി ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. स्वर्ग के राजा के साथ हालेलुया। प्रभु के साथ भी हम भी उनके साथ राज्य करेंगे। സ്വർഗം നിയന്ത്രിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. स्वर्ग जहां से नियंत्रण करता है वही है स्वर्ग का राज्य। സ്വർഗരാജ്യവും ദൈവരാജ്യം എന്ന് പറയുന്നത് ഒറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. स्वर्ग राज और परमेश्वर का राज दोनों एक ही है। ഇത് ഭാവനയല്ല, നിത്യ സത്യമായ ഒരു രാജ്യമാണ്. ये कोई भावना नहीं है, बिल्कुल सत्य है। ഭൂമിയിലെ എല്ലാ ശാപവും എന്നേക്കുമായി മാറ്റി ये हमारे धरती में जितने श्राप हैं वो सब हट जाएगा। പാപത്തിന്റെ എല്ലാ വശങ്ങളും എന്നേക്കുമായി മാറ്റി पाप को बिल्कुल विनाश करके പാപത്തിന്റെ കാരണമൂർത്തിയായ പിശാചിനെ പാതാളത്തിൽ ബന്ധിച്ച് पाप का सृष्टि किया हुआ शैतान को बंद करके ദൈവരാജ്യത്തിന്റെ പ്രതികൂല ശക്തിയാകുന്ന ലൂസിഫറിനെ സംഘത്തെയും പാതാളത്തിൽ ബന്ധിക്കുന്നു. परमेश्वर का राज का विरोध में काम करने वाला लूसीफर को हमेशा के लिए बांध करके അങ്ങനെ പറയുമ്പോൾ ദൈവരാജ്യത്തിന് സെൻട്രൽ ജയിലാണ് ഈ പാതാളം അല്ലെങ്കിൽ നരകം. और परमेश्वर का राज्य का सेंट्रल जेल है ये पाताल कह के हम कहते हैं। ദുരാത്മാക്കൾക്ക് മനുഷ്യരോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. दुष्ट आत्माओं को मनुष्य को कुछ नहीं कर सकते। അങ്ങനെ പാതാള ശക്തികളാകുന്ന ദുരാത്മാക്കൾ ഭൂതാത്മാക്കൾ ഒരിക്കലും മനുഷ്യരോട് പ്രവർത്തിക്കുവാൻ കഴിയില്ല. दुष्ट आत्माएं कभी भी कोई भी मनुष्य को कुछ भी गलत नहीं कर सकते। വളരെ സമാധാനപരമായ ഒരു ഭരണം കർത്താവ് കാഴ്ചവെക്കും. और उस समय परमेश्वर एक
शांति का राज्य यहाँ पर करेंगे അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. और उनका शासन अनंत काल के लिए होगा, ഒരിക്കൽ അവസാനിക്കാത്ത രാജ്യം എന്നാണ് പറയുന്നത്. कभी न खत्म होने वाला राज्य। ഇന്നത്തെ രാജഭരണം 5 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ അവസാനിക്കും. आज हमारे राज्य में राज्य केवल 4 या 5 साल तक चलता है। പ്രസിഡന്റ് ഭരണമായാലും പ്രധാനമന്ത്രി ഭരണമായാലും 5 വർഷം കൊണ്ട് അവസാനിക്കും. राष्ट्रपति हो या प्रधानमंत्री हो 5 साल के बाद वो बंद हो जाएगा। എന്നാൽ നമ്മുടെ രാജാതിരാജാവും കർത്താവുമായവൻ 1000 വർഷം സമത്വ സുന്ദരമാർന്ന ഭരണം നടത്തും. लेकिन हमारा प्रभु यीशु मसीह जो राजाओं का राजा है, हमेशा हमेशा के लिए राज्य करेगा। അതാണ് ദൈവരാജ്യം. वही है परमेश्वर का राज्य। ഇവയെ കുറിച്ച് ഒന്നും അറിയാതെ തെറ്റായി പഠിപ്പിക്കുന്ന പഠിപ്പിക്കലല്ല, വ്യക്തമായി ബൈബിൾ നമ്മൾ ഉറപ്പിക്കുകയാണ്. और इसके बारे में हम बहुत जगह गलत सिखाया जाता है, लेकिन हम वचन में हम उसका सीधे बात हम समझ सकते हैं। ബൈബിളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള പ്രവചനം വായിക്കുമ്പോൾ प्रभु यीशु मसीह के बारे में प्रवचन जो किया गया है, वो वेद वाक्य या प्रवचन में से जब हम पढ़ते हैं, യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ प्रभु यीशु मसीह का जब जन्म हुआ था, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് രാജാക്കന്മാർ വരുന്നത്. और यहूदियों का एक राजा पैदा हुआ है, ऐसे करके यहूदी लोग वहां पे पूछताछ कर रहे തന്നെ थे। ജനനത്തിങ്കൽ തന്നെ ഒരു ചോദ്യം, യഹൂദന്മാരുടെ രാജാവ്. और उनका जन्म के समय ही ऐसा एक सवाल उठ खड़ा हो गया। യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിങ്കൽ प्रभु यीशु मसीह का जब क्रूस में उनको टांगा गया, യേശുവിന്റെ ഇരുവശവും കിടന്ന 2 കള്ളന്മാരിൽ മാനസാന്തരപ്പെട്ടവൻ നിലവിളിച്ചു. और उसमें से 2 चोर जो उनके साथ में टांगे गए थे, उनमें से एक चोर मन फिराया। അവന്റെ മനസ്സിൽ കർത്താവിനെ കുറിച്ചുള്ള വലിയൊരു വെളിപ്പാടുണ്ടായി. उनके मन में प्रभु यीशु मसीह के बारे में एक नया एक सोच उनके मन में आया। ആ ക്രൂശിൽ 3 വിധ മേലെഴുത്തുണ്ടായിരുന്നു. और क्रूस में 3 तरह के चीजें हुई। യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എബ്രായ, ഗ്രീക്ക്, റോമ ഭാഷകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. और वो यीशु मसीह प्रभु जो है, जो यहूदियों का राजा है करके हिब्रूस और ग्रीक में लिखा गया था। ഈ മാനസാന്തരപ്പെട്ട കള്ളൻ ഈ ബോർഡിലും യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. और ये लोग जो है यीशु को देखते थे, और वो जो लिखा है उसमें देखते थे। അവനെ കണ്ടാൽ രൂപമല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട ശരീരമാണ്. और हम जानते हैं प्रभु यीशु मसीह को मार मार के उनके मुख चित्र को बिल्कुल ही बिगाड़ दिए थे। അവന് തലയ്ക്ക് മുകളിലുള്ള സൈൻ ബോർഡ് വിളിച്ച് എഴുതിയിരിക്കുന്നു, യേശു യഹൂദന്മാരുടെ രാജാവ്. और उनके सिर के ऊपर लिखा हुआ था, यीशु जो यहूदियों का राजा है। ഒരു നിമിഷം ക്രൂശിലെ കള്ളന്റെയും യേശുവിന്റെ കണ്ണും തമ്മിൽ ഒന്ന് ഇടഞ്ഞു. और उसके बीच में प्रभु यीशु मसीह और उनके आंखों के बीच में आके ഭൂമിയിൽ രാജാതിരാജാവായി വാഴുന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കള്ളനുണ്ടായി. और उस चोर को प्रभु यीशु मसीह के मुख को देख करके एक बात समझ में आया। യേശുവിന്റെ കണ്ണിൽ നിന്നുള്ള പ്രകാശം കള്ളന്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നു. और प्रभु यीशु मसीह का जो असलियत है, वो चोर के अंदरूनी हिस्से में उतर आया। അങ്ങനെ കള്ളൻ ഒരു മാനസാന്തരവും ഒരു ദൈവിക വെളിപ്പാടും ഉണ്ടായി. और उस तरह वो चोर को अपना मन फिरा लिया। കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് നിലവിളിച്ചു. और वहां पर क्रूस में पड़ा हुआ चोर प्रभु यीशु मसीह से कहा कि जब आप दोबारा आओगे मुझे भी याद रखना। നീ ഇന്ന് എന്നോടുകൂടെ പരദേശിയിൽ ഇരിക്കും. और तुम आज मेरे साथ परदीसा में रहोगे। അപ്പോൾ ഭാവിയിൽ ഒരു രാജഭരണം നടക്കുന്നതല്ല, കർത്താവ് പറഞ്ഞ ഇന്ന് നീ എന്നോട് കൂടെ പരദേശിയിരിക്കുമെന്നാണ്. और प्रभु यीशु मसीह ऐसा नहीं कहे कि कल या परसों होगा, आज तुम मेरे साथ परदीसा में रहोगे। കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. प्रभु यीशु मसीह हम जानते हैं तीसरे दिन जी उठे। 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. तीसरे दिन वो जी उठे। 40 നാളോളം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. और 40 दिन हर एक बहुत जनों के सामने वो प्रत्यक्ष हुए। അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, और शिष्य लोग से ये बात को कहा, ഞാൻ എന്റെ രാജ്യം സ്ഥാപിക്കും. मैं अपना राज्य का स्थापना करूंगा। ആ വാക്യം നമുക്ക് പിന്നാലെ ചിന്തിക്കാം. और वो वाक्य हम थोड़ा और चर्चा करेंगे। അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യമാണ്. प्रेरितों के काम 1 अध्याय और उसका 1 और 2 में इस तरह से कहता है, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിൽ അവർക്ക് കാണിച്ചു കൊടുത്തു.
और वहां पे लिखा है कि प्रभु यीशु मसीह 40 दिन तक अपने शिष्यों को और वे अलग अलग जनों के सामने वो प्रत्यक्ष हुए और उनसे बात किए। ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പ്രധാന ഭാഗം और इसमें जो कहने का एक इम्पोर्टेंट बात यह है, 40 നാളോളം പ്രത്യക്ഷനായി. 40 दिन तक वो सबके सामने आए 40 ദിവസവും തന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം സംബന്ധിച്ച കാര്യമാണ്. और ये 40 दिन भी प्रभु के राज्य के बारे में बताते थे। താൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷമുള്ള തന്റെ പ്രസംഗത്തിന്റെ സംക്ഷിപ്തമാണ് ദൈവരാജ്യം. और अब प्रभु यीशु मसीह के मरने के बाद पुनरुत्थान जब होता है, वो इसी के बारे में, उस प्रभु का राज्य के बारे में वो बताते थे। മത്തായി സുവിശേഷം 9-ാം അധ്യായം मत्ती का सुसमाचार उसका 9वां अध्याय അതിന്റെ 35-ാമത്തെ വാക്യം. और 35 वाक्य में इस तरह से कहते हैं, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, പിന്നെ സകല ദീനവും വ്യാധിയും സൗഖ്യമാക്കി. यीशु सब नगरों और गांवों में फिरता रहा और उनकी सभाओं में उपदेश करता और राज्य का सुसमाचार प्रचार करता और हर प्रकार की बीमारी और दुर्बलता को दूर करता रहा। കർത്താവ് യേശു ക്രിസ്തു 3.5 വർഷത്തെ പ്രവർത്തനത്തിൽ തന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം എന്ന വിഷയമാണ്. और हम जानते हैं कि प्रभु यीशु मसीह 3.5 साल जो प्रचार करते थे, हमेशा प्रभु का राज्य के बारे में बताते थे। അവിടെ യെരുശലേമിന്റെ ചുറ്റുമുള്ള യഹൂദന്മാരുടെ സിനഗോഗുകളിൽ സന്ദർശിച്ചു. और हम जानते हैं कि इज़राइल के चारों तरफ जो यहूदियों का मंदिर है, सिनेगोग जिसे बोलते हैं, उसके अंदर वो प्रचार करते थे। യെരുശലേമിൽ യഥാർത്ഥ ആലയം ഒന്നേ ഉള്ളൂ, അത് യെരുശലേം പള്ളിയാണ്. और जेरूसलेम में ये जेरूसलेम का जो मंदिर है, वो था वहां का एक खास जगह। എന്നാൽ ഇസ്രായേൽ ജനം പാർക്കുന്ന എല്ലാ ഇടങ്ങളിലും, അഥവാ എബ്രായർ പാർക്കുന്ന എല്ലാ ഇടങ്ങളിലും പള്ളികൾ ഉണ്ടായിരുന്നു. लेकिन हम जानते हैं कि इस्राएल के अलावा भी जहां जहां यहूदी बसते थे, वहां सब एक यहूदियों का मंदिर होता था। അത് യഹൂദന്മാരുടെ സിനഗോഗുകളാണ്. और वो सब यहूदियों का सिनेगोग कह के हम बोलते हैं। സ്വന്തക്കാരുടെ ഇടക്കിലേക്ക് പള്ളികളിലേക്ക് ഇറങ്ങി ചെന്നു. और वहां पर भी प्रभु यीशु मसीह निकल के उनके पास जाते हैं। ആദ്യം അവരുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കി ഉപദേശിച്ചു. और उन सब का स्वभाव को समझ करके उनसे वो अलग तरीके से प्रचार करते थे। രണ്ടാമത്തെ അവിടെ എഴുതിക്കുന്നു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. और उसके बाद परमेश्वर के राज्य के बारे में वो प्रचार करते ആ थे। രാജ്യത്തിന്റെ ഭരണാധികാരി ഞാനായിരിക്കുമെന്ന് തന്നെ അവിടെ और വ്യക്തമാണ്. वहां कहते हैं कि परमेश्वर का राज्य का राजा मैं ही हूँ। വിശ്വസിക്കാൻ വേണ്ടി സകല രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. और वो लोग इस पर विश्वास करे, उसके लिए वो प्रभु यीशु मसीह लोगों को चंगा करते थे। അതേ വിഷയം തന്നെ 4-ാം അധ്യായം, മത്തായി സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിലും വായിക്കുന്നു. और मत्ती का सुसमाचार उसका 4था अध्याय और 23 वाक्य में ऐसा लिखा है, യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും പിന്നെ ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. और यीशु सारे गलील में फिरता हुआ उनकी सभाओं में उपदेश करता और राज्य का सुसमाचार प्रचार करता और लोगों की हर प्रकार की बीमारी और दुर्बलता को दूर करता रहा। 900-ൽ പരം വ്യക്തമായ പ്രവചന വാക്യങ്ങൾ ഇങ്ങനെയുണ്ട്. और 900 से भी ज्यादा ऐसे वाक्य यहाँ पे लिखे हैं। ഈ 3 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ये 3 वाक्य को हमें समझना बहुत जरूरी है। കർത്താവ് 3.5 വർഷമേ ഇവിടെ പരസ്യ ശുശ്രൂഷ ചെയ്തുള്ളൂ. प्रभु यीशु मसीह 3.5 साल इस धरती पे प्रचार किए തന്റെ എല്ലാ പ്രസംഗത്തിന്റെ മുഖ്യ വിഷയം ദൈവരാജ്യം എന്ന വിഷയമായി. और हर एक प्रचार में परमेश्वर के राज्य के बारे में वो कहते थे। മരിച്ചവരിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേറ്റു. मृतकों में से वो जी उठे 40 ദിവസത്തോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. और 40 दिन तक लोगों से बात किया और उनके साथ प्रचार किया। അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാനിതാ ജീവിച്ചിരിക്കുന്നു. और वो कहते हैं, देखो मैं जीवित हूँ। അപ്പോൾ ആ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവരാജ്യത്തിന്റെ ഭരണാധികാരിയായ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. और प्रभु यीशु मसीह ये कहते हैं कि परमेश्वर का राज्य है और उस राज्य का राजा मैं हूँ और मैं जीवित हूँ। ഇത് കർത്താവ് പറഞ്ഞു ഉറപ്പിച്ച വിഷയമാണ്.
और प्रभु यीशु मसीह कहकर इसको स्थिर किए थे। ഇത് തുടർന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരുന്ന ये बार बार वो प्रचार करते थे। അപ്പോസ്തലന്മാരുടെ കാര്യം നമുക്ക് പിന്നാലെ നോക്കാം. और आने वाले एपिसोड्स में हम उनके शिष्यों के बारे में भी हम बात करेंगे। വിശ്വാസയോഗ്യമായ ഉറപ്പുള്ള സത്യവചനമാണ് നമ്മൾ അവിടെ വായിക്കാൻ പോകുന്നത്. विश्वास योग्य का बातों को ही हम बात करेंगे। ദൈവരാജ്യം എന്ന വിഷയത്തിന്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. परमेश्वर का राज्य के बारे में तीसरा जो एपिसोड हम आने वाले एपिसोड में हम देखेंगे। ഇപ്പോൾ നമ്മൾ ചിന്തിച്ച വിഷയം ഇപ്രകാരമാണ്. आज हम जो सोचे हैं, चर्चा किए हैं, കർത്താവും സ്നാപകയോഹന്നാനും പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സംക്ഷിപ്തം ദൈവരാജ്യമാണ്. और प्रभु यीशु मसीह और बपतिस्मा देने वाला यूहन्ना दोनों का प्रचार का विषय परमेश्वर का राज्य था। യഹൂദന്മാരുടെ നാടായ യെരുശലേമിൽ यहूदियों का जो देश है वहां जेरूशलेम में അവിടെ ഒലൂമല എന്ന് പറയുന്ന വലിയൊരു പർവ്വതനിരയുണ്ട്. जैतून का एक पहाड़ करके एक जगह है। അതിന്റെ മധ്യഭാഗമാണ് യേശു പഠിപ്പിച്ചതായ പ്രാർത്ഥനയുടെ സ്ഥലം. और उस पहाड़ के बीच में खड़े होके वहां पे प्रार्थना के बारे में वो सिखाते थे। അതിന്റെ തുടക്കം ഒലൂമലയുടെ ഏറ്റവും അടിവശം തുടക്കം എന്ന് പറയുന്നത് ഗദസമന തോട്ടമാണ്. और वो उल्लेख जैतून का पहाड़ का सबसे नीचे जो जगह है वहां पे एक बागीचा है। അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണ്. और उसके जो ऊपर का जो हिस्सा है वहां से प्रभु यीशु मसीह स्वर्गारोहण हो ആ गए। ഒലൂമലയുടെ മറുവശം മുകൾ തൊട്ട് അടിയോളം ശവക്കല്ലറകളുടെ ഒരു സ്ഥലമാണ്. और उसके पीछे जो है बहुत सारे जगह हैं जहां पे कब्र हैं। യഹൂദന്മാരുടെ പൂർവികന്മാരുടെ കല്ലറയാണത്. और ये जो यहूदियों का पूर्वज लोग जो है वहां पे गाड़े गए थे। ലക്ഷക്കണക്കിന് യഹൂദന്മാരെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ശ്മശാനമാണത്. और लाखों की तादाद में गाड़े हुए यहूदियों के पूर्वज थे। അവരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. उनके बीच में एक विश्वास है। അവരുടെ മസിയ രാജാവായി ഭരിക്കുവാൻ വരുമ്പോൾ उनकी मसीहा एक दिन राजा बन के राज करेगा। ഈ കല്ലറകൾ എന്തിനുകൊള്ളുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ और इसमें जो प्राचीन लोग हैं या हमारे पूर्वज हैं അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ഭരിക്കുമെന്നാണ്. और उनके साथ वो उठ करके शासन करेंगे। ഇവിടെ പറയുന്ന ദൈവരാജ്യം യഹൂദന്മാർക്ക് മാത്രമല്ല, यह हमारा वचन कहता है कि यहूदियों का केवल नहीं है परमेश्वर का राज्य। ബൈബിളിൽ വായിച്ചതായ വാക്യം ആദ്യം വായിച്ചത് നിങ്ങൾ ഓർക്കുക. और परमेश्वर के वचन में जो शुरुआत में हमने जो पढ़ा था उसको याद रखें। ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലുമാണ് കർത്താവ് ഭരണം നടത്തുന്നത്. आकाश के नीचे जितने राज्य हैं सबका शासन करते हैं हमारे प्रभु यीशु मसीह। യേശുവിന്റെ രക്തത്തിന് ഫലമായി വീണ്ടെടുക്കപ്പെട്ട അവന്റെ വിശുദ്ധന്മാർ ഭരണം നടത്തും. और प्रभु यीशु मसीह के रक्त के द्वारा जो भी उनका उद्धार प्राप्त किया है वे सब जो है प्रभु यीशु मसीह के साथ राज करेंगे। ബുദ്ധിയോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടെ അവർ ദൈവ ഭരണം നടത്തും. और बुद्धि ज्ञान और अंडरस्टैंडिंग के साथ वो परमेश्वर के राज्य में अधिकार ആ കാലഘട്ടത്തിൽ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും. इसलिए आप और हम कौन है? राजा और पुरोहित हैं। തുടർന്നുള്ള ഭാഗം അപ്പോസ്തലന്മാരിൽ കൂടുതലായ പ്രവൃത്തികളും പ്രസംഗങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കുന്നു. आने वाले एपिसोड में ये ही सब्जेक्ट जो है हम जो प्रभु यीशु मसीह के चेले थे वो क्या सिखाते थे उसके बारे में हम सीखेंगे। പഠിക്കണമെന്നുള്ളവർക്ക് ആ തുടർച്ചയായിട്ടുള്ള ഭാഗം വീണ്ടും ശ്രദ്ധിക്കാം. आपको ये एक विषय समझने की इच्छा है तो जरूर आप अगले एपिसोड के लिए वेट कीजिए। അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. നമ്മൾ അവയിൽ പ്രവേശിക്കും. हम सब के लिए वो आशीष का कारण होगा, ये मैं कहना चाहता हूँ। ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष दे।